എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൗലിയിൽ മയിൽ പീലി ചാർത്തി എന്ന ഗാനത്തിൻ്റെ ചരണത്തിൻ്റെ കോറസ് വേറെ വരും. പിന്നെ ചരണത്തിൽ ചെറിയൊരു ലൈൻ ചെറിയ വ്യത്യാസം വരും. പിന്നെ അവസാനം പാട്ട് കഴിഞ്ഞിട്ട് കോറസ് വരും. ആ കോറസിൽ തീരുന്നത് അതാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചരണം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, എങ്കിലും ചരണം തുടങ്ങുമ്പോൾ ഒരു കോറസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഹരിയോം ഹരിയോം എന്നുണ്ട്. അപ്പോൾ അത് നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ചരണം തുടങ്ങുന്നത് കോറസിലാണ്. ഹരിയോ 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 ദദസ ഹരിയോ സസരി ഹരിയോ ദദസാരി സദപ ഹരിയോ ഹരിയോ. അപ്പൊ ദദസ സസരി ദദസാരി സദപ ഹരിയോ 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 ഹരിയോ. ഇതാണ് ചരണം തുടങ്ങുമ്പോൾ. ഒന്നുകൂടി വായിക്കാം. 3, 4. അപ്പോൾ ദദസ 1 2 സസരി 1 2 ദദസ 1 ഡി സദാപ ദദസ 1 2 സസരി 1 2 ദദസ 1 ഡി സദാപ. അതുകൊണ്ട് ചരണം നേരെ വരും. ചരണം നേരെ വരുമ്പോൾ ആദ്യത്തെ ലൈൻ അതേ സ്വരങ്ങളെ നീലവിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂവുകൾ കണി കാണണം. ഫസ്റ്റ് സെയിം വരും. സെക്കൻഡ് വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. നീലവിലാവിലെ ഗാദദ ഗാദദ രണ്ടാമത്തെ തവണ വരുമ്പോ ഗാദദ നീലവി ദസാനി പഗ പഗ ലാവിലെ ദസ ദസാനി ദ പഗ പഗ നീര് ടച്ച് വരും. ഗാദദ ദസാനി വലിയ നീ ടച്ച് ദസാനി ദ പഗ പഗ നീല നീല നീലാവിലെ. നീലക്കടമ്പിലെ നീലക്കഗാദ ഡംബിലെ ധനിസനിത പകരിസ ഡംബിലെ നീലക്കടമ്പിലെ. അങ്ങനെ ചേഞ്ച് ഉണ്ട്. പിന്നെ നീർമണി പൂവുകൾ അവിടെ ഒരു നീർമണി സരിഗപ്പ സരിഗപ്പ ദസനി ദസ ദരി ദരി ദനി പപ്പ ദസനി ദനി പപ്പ പൂവുകൾ ദസനി സനി പപ്പ. സരി ഗ പ ദസ നി സനി പ പ ദ ദ ദ ദസ പദ കണി കാണണം. അത് സെയിം തന്നെ. ദ ദ ദ ദസ പദ
അപ്പോൾ ഇത് ഇത്രയും ഈ ചേഞ്ചുള്ള പോർഷൻ ഞാൻ വായിക്കാം. അതായത് ആദ്യത്തെ തവണ പഴയ പടത്തിന് പാടും, രണ്ടാമത്തെ തവണയാണ് ചേഞ്ച് വന്നത്. നീലനിലാവ് നീലവിലാവിലേ വൺ. പിന്നെ ബാക്കി നമ്മൾ സെയിം പദ സരി ഗരി സദപ പദസ പദസദപ അതൊക്കെ സെയിം തന്നെ. അത് കഴിഞ്ഞ് എല്ലാം ആസിറ്റീസ് സ്വരങ്ങൾ, സെയിം സ്വരങ്ങൾ തന്നെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി, ചരണം കഴിഞ്ഞ് ലാസ്റ്റ് പല്ലവി സെയിം ഒരു പ്രാവശ്യം വന്നിട്ട് ആദ്യത്തെ മൗലിയിൽ മയിൽ പീലി ചാത്തി എന്ന് തുടങ്ങുന്ന 2 ലൈനും വന്നിട്ട് അവസാനം കോറസ് വരും വീണ്ടും. അതിൻ്റെ കൂടെ ചിത്ര സോളോയും പാടിണ്ട്. നന്ദനന്ദനം ഭജേ 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 നന്ദനന്ദനം അങ്ങനെ വന്നത്. അപ്പം നന്ദനന്ദനം ദാദ സ നന്ദനന്ദനം ഭജേ സസഗരിക സസഗരിക നന്ദനന്ദന സദദദ സദദദ സദപഗരി സദദദ 1 2 3 സദപഗരി നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ധജേ ഗഗ പ 1 ധപഗരി സ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ രീ 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 ഗരി സദപ രീ 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 തകിട ഗരി സദപ. പിന്നെ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ. അതിങ്ങനെ ഫേഡായി പോയിരിക്കണം. അപ്പം ദ സ താഴെ ദ സ സരിദ സരിസദ ദ സ സരിസദ ദ സ മണ്ടത്തിൽ സരിസദ സരിസദ അങ്ങനെ ഒരു 4 തവണ പാടിയിട്ടുണ്ട്. ഇങ്ങനെ ഫെയ്ഡായി പോയിരിക്കണം. ഒന്നുകൂടി വായിക്കാം. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ വായിക്കാം. ദ സ വൺ സസഗരി ഗ സ ദ സദപഗരി ഗ പ ദപഗരി സരി രി 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 ഗരി സദപ ദ സ സരി സദ സദ സരി സദ ദ സരി സദ ദ സരി സദ അങ്ങനെ ഫീഡായി പോയിക്കണം. അപ്പോൾ
ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ഭാഗം. അതായത് ചരണം കഴിഞ്ഞിട്ട് ഫുൾ പല്ലവിയുടെ ആദ്യത്തെ 2 ലൈനും കഴിഞ്ഞിട്ട് നേരെ കോറസ് നന്ദനന്ദനം ഭജേ. അങ്ങനെ സിനിമയുടെ പേര് നന്ദനന്ദനം എന്നാണല്ലോ, അല്ല നന്ദനം എന്നാണല്ലോ. അതുകൊണ്ട് ആ നന്ദനം തന്നെ അങ്ങനെ പാടി തീർത്തിരിക്കുകയാണ് ഈ പാട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇത് 90ാമത്തെ ഗാനമാണ്. ഞാൻ വിചാരിച്ച പോലെയുള്ള സപ്പോർട്ട് ധാരാളം ഇല്ല, കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ ഈ പ്രോഗ്രാം ഇഷ്ടമുള്ള നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.